തൃശൂർ സുവോളജിക്കൽ പാർക്ക് 28-ന് പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായി തുറന്നു നൽകുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. 4 മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം നൽകിയിരുന്ന പുത്തൂരിലെ പാർക്കിൽ ഇനി മുതൽ എല്ലാവർക്കും പ്രവേശനമുണ്ടാകും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. തിങ്കളാഴ്ചകളിൽ അവധിയാണ്. ശനിയാഴ്ച രാവിലെ 8-ന് നടക്കുന്ന ലളിതമായ ചടങ്ങിൽ വനമന്ത്രി ആദ്യ സന്ദർശകനായി പ്രവേശിച്ചാണ് ഉദ്ഘാടനം ചെയ്യുക. പ്രത്യേക പ്രവേശന ഫീസിന് പുറമെ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി സഞ്ചരിക്കുന്നതിനും ക്യാമറ ഉപയോഗിക്കുന്നതിനും നിശ്ചിത നിരക്ക് നൽകണം. വാഹനങ്ങൾക്കിനം തിരിച്ചും പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് പ്രവേശന ഫീസ്. സീനിയർ സിറ്റിസൺ 50 രൂപ, 5 മുതൽ 12 വരെയുള്ള വയസ്സുള്ള കുട്ടികൾക്ക് 30 രൂപ നൽകണം. ഭിന്നശേഷിക്കാർക്കും കിൻഡർ ഗാർഡൻ മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും പ്രവേശനം സൗജന്യമാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് 25 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ഓട്ടോ 30 രൂപ, കാർ 100 രൂപ, വാൻ, ടെമ്പോ, മിനി ബസ് 175 രൂപ, ബസ് 250 രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ. ക്യാമറ 350 രൂപ, വീഡിയോ ക്യാമറ 750 രൂപ, ക്ലോക്ക് റൂം 25 രൂപ, ബസ് ചാർജ് 50 രൂപ, കുട്ടികൾക്ക് 25 രൂപയും നൽകണം. തൃശൂർ മൃഗശാലയിൽ നിന്ന് 330 ജീവികളെയാണ് മാറ്റിയത്. കഫ്റ്റീരിയയും ടോയ്ലറ്റ് ബ്ലോക്കുകളും സജ്ജമായി. സീബ്ര, ജിറാഫ്, ആഫ്രിക്കൻ മാൻ, ആനക്കോണ്ട തുടങ്ങിയ 6 ഇനം ജീവികളെ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതിന് 4 കോടി രൂപയാണ് നൽകിയത്. ഹൈദരാബാദിലെ ഒരു കമ്പനിയുമായി ഇതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഏപ്രിൽ മുതൽ ഇവയെ എത്തിച്ചു തുടങ്ങും. പുത്തൂരിലെ സഫാരി പാർക്കിംഗ്, പെറ്റിംഗ് സൂ നിർമ്മാണവും കഴിഞ്ഞാൽ തൃശൂരിലെ ശേഷിക്കുന്ന മാനുകളെയും പക്ഷികളെയും മറ്റു ജീവികളെയും കൊണ്ടുവരും. പാർക്കിലെ 4.5 കിലോമീറ്റർ പരിധിയിൽ 14 വ്യത്യസ്ത ആവാസയിടങ്ങളിലാണ് ഇപ്പോൾ ജീവികൾ കഴിയുന്നത്. പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ നജീമൽ അമീൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.